ഇന്നലെ 2 മണിയോടുകൂടിയാണ് ബാസിലയും 7ഉം 2ഉം വയസ്സുള്ള 2 ആൺമക്കളുമായി പട്ടാമ്പിയിലുള്ള തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഒറ്റപ്പാലത്തുള്ള സ്വന്തം വീട്ടിൽ നിന്നും യാത്രയിറങ്ങുന്നത്. തുടർന്ന് യുവതിയും കുട്ടികളും ഒറ്റപ്പാലത്ത് ടൗണിലെത്തിയിരുന്നു. പിന്നീട് ബാസിലയും മക്കളും എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. ഭർത്താവുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ ചെറിയ എന്തെങ്കിലും പിണക്കമുള്ളതുപോലും ആർക്കും അറിയില്ല. ഇവരുടെ ഇടയിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടും ഇതുവരെ ബാസിലയും മക്കളും എവിടെയാണുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ടില്ല. ഇതിപ്പോൾ കേരളത്തിൽ പതിവായി നടക്കുന്ന കാര്യമായിരിക്കുന്നു. കുട്ടികളും അമ്മയും കൂടെ ഇത്തരത്തിൽ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്നത്. ഈയിടക്കും ഇതുപോലെ 2 കുട്ടികളുമായി ഒരു യുവതി നാടുവിട്ടിരുന്നു. അവരെ ഡൽഹിയിൽ നിന്നാണ് സ്വന്തം ഭർത്താവ് കണ്ടെത്തുന്നത്. അതുപോലെയല്ല, ബാസിലയും ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പ്രശ്നമുള്ളതുപോലും ആർക്കും തന്നെ അറിയില്ല. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്താണെന്നും ഇത്തരത്തിൽ തൻ്റെ സ്വന്തം മക്കളുമായി ബാസില ഇങ്ങനെ കാണാമറയത്തിരിക്കുന്നത് എന്ത് കാരണത്താലാണെന്നുള്ള കാര്യത്തിലും ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ബാസിലയുടെ സ്വന്തം വീട്ടുകാർക്കോ ഇതുവരെ യാതൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. നേരം കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ എത്താത്തത് കൊണ്ടാണ് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയത്. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്നത്. കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ ഇപ്പോഴും നൽകുന്ന വിവരം. ഇനി ബാസിലയ്ക്ക് മറ്റാരുമായി വല്ല ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും ആർക്കും തന്നെ അറിയില്ല. എന്തിനു വേണ്ടിയാണ് ബാസില ഇത്തരമൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഇനി ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആയിടയ്ക്ക് ബാസില തൻ്റെ ഭർത്താവിൻ്റെ വാട്സപ്പിലേക്ക് അയച്ച വോയിസാണ് ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ആ വോയിസിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ് ശബ്ദം കേട്ടിരുന്നു. അങ്ങനെയാണ് യുവതി റെയിൽവേ സ്റ്റേഷനിൽ ആണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ യുവതിയും കുട്ടികളും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയതും. ഭർത്താവിൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് സന്ദേശത്തിൽ യുവതി പറയുന്നത് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്നതാണ്. ബാസില 2 കുട്ടികളുമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് സാധ്യതയെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് കോയമ്പത്തൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, ഞാൻ അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്നിറങ്ങി. അതിനുശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ ഫോണിൽ, പിന്നെ അങ്ങോട്ട് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ, 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ 2 പേരും പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ട്, അതായത് നമുക്കൊരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം അങ്ങനെയൊക്കെ റെയിൽവേക്കാരോടൊക്കെ പോയി പറഞ്ഞ് അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു 6 മണിക്ക് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു 9:30 മണിയാകുമ്പോഴത്തേനാണ് അവർ കേസ് എടുത്തത്. കേസ് എഴുതി, അവിടെ ആളില്ല, വനിതാ പോലീസില്ല, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ആളില്ല, ആകെ 3-4 പേരേ ഉള്ളൂ. അവർ തന്നെ തമ്മിൽ യുദ്ധമാണ് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നത് അവർക്ക് എഴുതി കൊടുത്തതിന് ശേഷം 9:30 മണി കഴിഞ്ഞത്